എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ചെരുപ്പ് ഇട്ടിട്ടില്ല. ചെരുപ്പ് മേടിക്കാൻ അന്ന് വീട്ടുകാർക്ക് പണമില്ലാഞ്ഞ ഒരു പഴയ കാലഘട്ടം. അപ്പനും അമ്മയും ചെരുപ്പിട്ട് കണ്ടിട്ടില്ല. ഞാൻ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കാൻ പോകുമ്പോഴും +2 ചെരുപ്പിട്ടിട്ടില്ല. കൂട്ടുകാരന്മാർ ഷൂസും ചെരുപ്പിട്ട് വരുമ്പോൾ എനിക്ക് രണ്ടെണ്ണം ഇല്ലല്ലോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർത്തിട്ടുണ്ട്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞു, അച്ഛനായി, ഇപ്പം 31 വർഷമായി. അന്ന് ചെരുപ്പിടാൻ നടന്നുകൊണ്ട് ഇന്ന് എല്ലും കെട്ടി, തൊലിക്കെട്ടി, മനക്കെട്ടി, പ്രതിരോധ ശക്തി ഇതെല്ലാം ദേഹത്ത് നന്നായിട്ടുണ്ട്. അച്ഛനായിട്ട് 31 വർഷം ഒരു പനി പോലും പിടിച്ച്, ജലദോഷം പിടിച്ച് പോലും എൻ്റെ ഒരു ധ്യാനം മുടങ്ങിയിട്ടില്ല. ഈ ലോകം മുഴുവൻ ഞാൻ യാത്ര ചെയ്തു. സമയവ്യത്യാസം, ഭക്ഷണ വ്യത്യാസം ഒന്നും ബാധിച്ചിട്ടില്ല. അന്ന് ചെരുപ്പില്ലാതെ നടന്നു. അത് നല്ല മനക്കെട്ടിയും ഒരു ശരീരശക്തിയുമായി ദൈവം രൂപപ്പെടുത്തി. എങ്കിലും ഓർമ്മയുണ്ടായിരുന്നു. 4 വർഷം മുമ്പ് ആ ഓർമ്മയും പോയി. പാതുവായിൽ അന്തോസ് പുണ്യാൻ്റെ കുഴിമാടത്തിൻ്റെ അടുത്ത് മലയാളി സമൂഹം ഒരു ധ്യാനം വെച്ചു. ഞാൻ ഇറ്റലിയിൽ ധ്യാനിപ്പിക്കാൻ ചെയ്തു. അവിടെ നിന്ന് അധികം ദൂരത്തല്ലാതെ ഒരു സിറ്റി, ട്രെവീസ. ആ സിറ്റിയുടെ വാതുക്കൽ ഒരു യുവാവ് പാൻസും കോട്ടിന് വെച്ച് ടൈയും കെട്ടി നിൽക്കുന്ന പ്രതിമ. ആ പ്രതിമയുടെ തോളിൽ ഒരു ഈറ്റക്കമ്പ്, അതിൽ 2 ചെരുപ്പുകൾ തൂക്കിയിട്ടിരിക്കുന്നു. 100 വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിൽ പണമില്ലാത്ത ആൾക്കാർ ചെരുപ്പ് മേടിച്ചാൽ അവർ കല്ലും മുള്ളും മലയും ഉള്ളിടത്ത് ചെരുപ്പിടും. ഒരു കുഴപ്പമില്ലാത്ത സ്ഥലത്ത് ഇരുമ്പോൾ ചെരുപ്പൂരി കോലയെ തൂക്കിക്കൊണ്ട് അവർ നടക്കും. അതായിരുന്നു ഇറ്റലിയിലെ രീതി. അങ്ങനെ പാവപ്പെട്ട ഒരു വിദ്യാർത്ഥി ചെരുപ്പ് തോളിൽ ചുമന്നുകൊണ്ട് നടന്നു. അങ്ങനെ നടന്നു. ആ വിദ്യാർത്ഥി സെമിനാരി ചേർന്നു, അച്ഛനായി. ആ വിദ്യാർത്ഥി മെത്രാനായി, സഭയുടെ പോപ്പായി. ചെരുപ്പ് കോൽ തോളിൽ വകച്ച ആ വിശുദ്ധൻ്റെ പേരാണ് വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പ. ചെരുപ്പിട്ടിട്ടില്ല, ചുവന്ന് നടന്ന ആൾ. ഇപ്പം ജീവിതത്തിൽ ചില തകർച്ചകളും ചില നൊമ്പരങ്ങളും വരുമ്പോൾ നാളത്തെ നന്മയ്ക്ക് വേണ്ടി തിരിച്ചറിവ്. ഇതാണ് വ്യക്തത. പ്രാർത്ഥിക്കുന്ന നമുക്ക് ദൈവം കൊടുക്കുന്നു അതിസുന്ദരമായ വ്യക്തത. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, സാറ്റ് ഗെയിംസ്, ഏഷ്യാഡ്, കോമൺവെൽത്ത് ഗെയിംസ് വരുമ്പോൾ ആർക്കാ സ്വർണ്ണ മെഡൽ? ഞങ്ങളുടെയൊക്കെ മലമൂട്ടിലെ ബീനാമോൾ, ബിജുമോന്, PT ഉഷ, MD ബസമ്മ, ഷൈനി എബ്രാഹിം, മലമൂട്ടിൽ ഓടിപ്പടിച്ചവർക്ക് എല്ലും കെട്ടി, തൊലിക്കെട്ടി, മലക്കെട്ടി, സ്പോർട്സ് സ്പിരിറ്റ്. പക്ഷെ ആലപ്പുഴയൊക്കെ ടൗണിൽ ജീവിക്കുന്ന ചില പെണ്ണുങ്ങൾ, നല്ല സമ്പത്തുള്ളവർ കണ്ടാലോ കുതിർന്ന മോഡേൺ ബ്രെഡ് പോലെ ആയിരിക്കുന്നത്. പക്ഷെ കുഞ്ഞിട്ട് സ്വർണ്ണമെഡൽ പോയിട്ട് തെങ്ങിന് കവളം മെഡൽ പോകുമ്പം അണപ്പ്, കിതപ്പ്, ശ്വാസം മുട്ടൽ. ഇപ്പം നമുക്ക് ദൈവം ഓരോന്നും തരുന്നത് തമ്പുരാൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഇന്നലകളിൽ സംഭവിച്ചതെല്ലാം നാളത്തെ നന്മയ്ക്ക് വേണ്ടി. ഇതാണ് വ്യക്തത എന്ന് പറയുക. ഞാൻ 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു മനോരമ വാരിക. ഓരോ ആഴ്ചയിലെ ആരംഭത്തിൽ അന്ന് വെറും 25 പൈസയാണ് വാരികയുടെ വില. അമ്മ എൻ്റെ 25 പൈസ തരും, മോനെ ഒരു മനോരമ വാരിക മേടിച്ചു കൊള്ളുക. ഞാൻ മേടിച്ചു കൊണ്ടുവരും. അമ്മയ്ക്ക് വായന വലിയ പരിചയമില്ല. ഞാൻ മേശപ്പുറത്ത് വാരിക വെച്ച് കസേരയിലിരിക്കും. അമ്മ കറിക്ക് വേണ്ടി ചിരണ്ടിക്കൊണ്ടിരിക്കും. മോനെ നുറക്ക വായിച്ചേ, അടുത്ത ഒരാഴ്ച കാലം കാർത്തിക നക്ഷത്രത്തിൽ പിറന്നവർക്ക് എന്നതാ വരാൻ പോണ്, മോനുറക്ക വായിച്ചേ. അമ്മയുടെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. അമ്മ മരിച്ചിട്ട് വർഷം 28 കഴിഞ്ഞു. എന്നാലും ഇന്നും ഞായറാഴ്ച വാരാന്ത്യപ്പതിപ്പ് വരുമ്പോൾ ഞാൻ നോക്കും, ഈ വരുന്ന ആഴ്ച കാർത്തിക നക്ഷത്രത്തിൽ പിറന്നവർക്ക് സ്വർഗത്തിൽ എന്നതാ വരാൻ പോണ്. പണ്ട് വായിച്ചതിൻ്റെ ഓർമ്മ. അമ്മ വായിക്കില്ലാത്തതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് വായിക്കും. ഞാൻ വായിക്കും. അടുത്ത ഒരാഴ്ച കാലം കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന പെണ്ണുങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വിശിഷ്ട വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഞാനങ്ങ് പൂരിപ്പിക്കും. എന്നിട്ട് ഞാൻ പോയി പരിതബന്ധു വായിക്കും. അന്ന് എനിക്കൊരു പ്രാർത്ഥനയുണ്ട്, എൻ്റെ ദൈവമേ, ഞാൻ വളർന്നു വലുതാകുമ്പോൾ എൻ്റെ പേര് വെച്ച് മനോരമയിൽ ഒരു പരിതബന്ധു എഴുതാൻ ഭാഗ്യം തരണേ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അന്ന് സത്യനും ശാരദയും നസീറും ഷീലയും മരം ചൂട്ടി ഓടുമ്പോഴും കുളിച്ച് വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇവരിയ്ക്കുന്ന മരത്തിന് കൊമ്പ് കൊടുക്കാനുള്ള ഒരു ഭാഗ്യവേദ്യം തരണേ. ഒരു കുട്ടിയുടെ പൊട്ട പ്രാർത്ഥനയായിട്ട് അന്ന് പ്രാർത്ഥിച്ചു. 50 വർഷങ്ങൾ കഴിഞ്ഞു ഇന്ന് മനോരമ ഇറങ്ങുമ്പോൾ അവർ വിളിക്കും, പുത്തമ്പരയച്ചനാണോ? അച്ഛൻ്റെ ഒരു ഭരിതം തന്നാൽ ഉപകാരമായിരുന്നു.
പലപ്പോഴും എഴുതി കൊടുക്കും. മനോരമ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ വിറ്റ പുസ്തകം ഞാനെഴുതിയ പുസ്തകം ഇണയും തുണയും. നമ്മളൊന്ന് പ്രാർത്ഥിക്കും, സിനിമാ നടന്മാരുടെ മരത്തിന് കൊമ്പ് കുലുക്കാൻ ഭാഗ്യം തരണേ. ഇന്ന് സിനിമാക്കാരെ പോലെ സോഷ്യൽ മീഡിയ വഴി ആൾക്കാർക്കറിയാം. 6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമാ നിർമ്മാതാവും സംവിധായകൻ ജിത്തുവും തിരക്കഥാകൃത്ത് സിന്ധിരാജും കൂടി എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ പ്രസംഗത്തിൽ പറയുന്ന ഒരു സംഭവം സിനിമയാകാൻ ആഗ്രഹമുണ്ട്, അച്ഛന് സമ്മതമാണ്. ഞാൻ കുടുംബജീവിത ദമ്പതി ധ്യാനത്തിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. ഏത് ആണുങ്ങളും എത്ര നല്ലവരാണെങ്കിലും കല്യാണം കഴിഞ്ഞ് 7 വർഷം കഴിയുമ്പോൾ വേറെ പെണ്ണുങ്ങൾ നടന്നു പോകുമ്പം കുറേ സമയം പുറകിൽ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതിന് വിളിക്കുന്ന വാക്കാണ് ആണുങ്ങളുടെ 7ാം വർഷത്തിലെ ചൊറിച്ചിലെന്നാണ് അതിന് വിളിക്കുക. അങ്ങനെ ഒരുത്തൻ നോക്കിയപ്പോൾ അവൻ്റെ മോള് ഒരു അനാവശ്യ പ്രേമത്തിൽ വീണപ്പോൾ ഇയാൾ തിരുത്തി ഭാര്യയിലേക്ക് വരുമ്പോൾ ഭാര്യയുടെ സ്നേഹം വീണ്ടും കിട്ടാൻ എന്തെല്ലാം ചെയ്യണം. ഞാൻ പറഞ്ഞു, അവൾ എന്നാ പറഞ്ഞാലും വടി വീഴുന്ന പോലെ മിണ്ടാതെ നിൽക്കണം. തുണി അലക്കി കൊടുക്കണം, അലക്കി തുണി വിരിച്ചു കൊടുക്കണം, കരി ഉരത്തി കൊടുക്കണം, തറ തുളച്ച് കൊടുക്കണം, പാത്രം കഴുകി കൊടുക്കണം. 5-6 മാസം ഇങ്ങനെ ചെയ്യുമ്പോൾ അവൾക്ക് സഹതാപം തോന്നി ഇവനെ സ്നേഹിച്ചു തുടങ്ങും. ഞാൻ ഈ പറഞ്ഞത് സിന്ധിരാജ് സുന്ദരമായ കഥ എഴുതി, ജിത്തു സുന്ദരമായി സംവിധാനം ചെയ്തു, അപ്പനായി മോഹൻലാൽ ഭംഗിയായി അഭിനയിച്ചു, ഭാര്യയായി മീനായും അഭിനയിച്ചു. 101 ദിവസം ആ സിനിമ ഓടിയപ്പോൾ സിനിമയുടെ അവാർഡുകൾ അതിന് വന്നു. 101-ാം ദിവസം മോഹൻലാലിനും എനിക്കും മീനായിക്കും കലൂർ വെച്ച് നിർമ്മാതാക്കൾ ഒരു അവാർഡ് തന്നു. അങ്ങനെ പുറത്തിറങ്ങിയ പടമായിരുന്നു മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. ജീവിതത്തിൽ നമ്മളൊന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവം ക്രമിക്കുന്ന വഴി എന്താണ്? വ്യക്തത. ഇന്നലകളിൽ സംഭവിച്ചതെല്ലാം നാളത്തെ നന്മയ്ക്ക് വേണ്ടി ആ ഉറപ്പ് നമുക്ക് വേണം. 1 മുഖപ്രകാശം, 2 വ്യക്തത, 3 പ്രാർത്ഥിക്കുന്ന ദൈവം കൊടുക്കുന്ന 3ാമത്തെ സമ്മാനമാണ് ധൈര്യം. ആരെല്ലാം പ്രാർത്ഥിച്ചവർക്ക് ധൈര്യം. മോശ സീനായ് മലയിൽ പ്രാർത്ഥിച്ചു, ഇറങ്ങി വന്നപ്പോൾ നല്ല ധൈര്യം. യേശു ഗത്സമേനിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ധൈര്യം. തോമാസ് ശ്ലീഹ പ്രാർത്ഥിച്ചപ്പോൾ ധൈര്യം പറഞ്ഞു, നമുക്കും അവനോട് പോയി മരിക്കാം. മത്തായി 17 താബോർ മലയിൽ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു, യേശു പറഞ്ഞു, വരൂ, ധൈര്യമായിരിക്കൂ, ഭയപ്പെടേണ്ട, താഴ്വരയിലേക്ക് പോകാം. പ്രാർത്ഥിക്കുന്ന ദൈവം കൊടുക്കുന്ന സമ്മാനം ധൈര്യം. കൊച്ചു കുട്ടികളുടെ കൂട്ടയോട്ടം. 10 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള 10 കുട്ടികൾ 100 മീറ്റർ ഓട്ടത്തിന് നിരന്നു. സാറന്മാർ 100 മീറ്റർ ദൂരെ കയറും പിടിച്ചു. ആദ്യം വന്ന് മുട്ടുന്ന കുട്ടിക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി ഇവർ നോക്കുമ്പോൾ ഒരു കുട്ടിക്ക് ബാസ്കറ്റ് ബോളിൻ്റെ മുഴുപ്പ്, ഒരുത്തന് ഫുട്ബോളിൻ്റെ ഷേപ്പ്, ഒരുത്തൻ ഷോട്ട് പുട്ട് പോലെ ഉരുണ്ടവൻ. സാറന്മാർ നോക്കുമ്പോൾ ഏറ്റവും പൊക്കം കണ്ട കുട്ടി പറവറ ഇങ്ങനെ പ്രാർത്ഥിക്കും. സാറന്മാരോർത്തു, ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന കുട്ടിക്ക് 1ാം സമ്മാനം കിട്ടിയാൽ മതി. റെഡി, 1 2 3 സ്റ്റാർട്ട്, ബിസിലൂരി. ഓട്ടം പൂർത്തിയായപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചവൻ ഏറ്റവും അവസാനത്തവനായിട്ട് ഫിനിഷ് ചെയ്തു. ഇപ്പോൾ സാറന്മാർ തോളി തട്ടി പറഞ്ഞു, മോനെ, ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും സമ്മാനം കിട്ടിയില്ലെന്നോർത്ത് ദൈവത്തോട് പിണക്കമൊന്നും തോന്നരുത്, കൈക്കും കാലിനും നീളം വെക്കുമ്പം സമ്മാനം കിട്ടിക്കോളും. അവൻ പറഞ്ഞു, ആരാ പറഞ്ഞു സാറേ സമ്മാനം കിട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെന്ന്? പിന്നെ പ്രാർത്ഥിച്ചതെന്താ? പൊന്ന് സാറേ, സമ്മാനം കിട്ടാൻ വേണ്ടിയല്ല, തോറ്റാലും കരയാതിരിക്കാൻ മനക്കെട്ടി തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന സമ്മാനമാണ് ധൈര്യം. ശരിക്കും പ്രാർത്ഥിക്കുമ്പോൾ അനാവശ്യ ഭയങ്ങൾ പോകും. വെള്ളത്തെ ഭയം, ഉയരത്തെ ഭയം, ഇരുട്ടിനെ ഭയം, രക്തത്തെ ഭയം, ആഴത്തെ ഭയം, പരീക്ഷ ഭയം, പുതിയ സ്ഥലം ഭയം, അനാവശ്യ ഭയങ്ങൾ പ്രാർത്ഥിക്കുന്നവർക്കില്ല. പ്രാർത്ഥിച്ചാലും നോർമൽ ഭയം ഉണ്ടാവും. പട്ടി കടിക്കാൻ വന്നാൽ, പാമ്പ് കൊത്താൻ വന്നാൽ, ആന കുത്താൻ വന്നാൽ, പ്രാന്തം നേരെ വന്നാൽ, കള്ളൻ വീട്ടിൽ വന്നാൽ പേടി തോന്നും, ഉറപ്പാ. പട്ടി കടിക്കാൻ വരുമ്പം സ്വർഗസ്വനായ പിതാവെ കടിച്ചിട്ട് ഓടും, ആരും നിൽക്കുകയില്ല, ജീവനും കൊണ്ട് ഓടും. നോർമൽ ഭയമുണ്ട്. ഒരു വീട്ടിൽ ഉച്ച കഴിഞ്ഞ് 2:30 ഒരു കള്ളൻ വന്നു. 65 വയസ്സുള്ള ഭർത്താവും ഭാര്യയും വീട്ടിൽ. കള്ളൻ വാതിലങ്ങ് അടച്ചു.
ഒരു കൈത്തോക്കെടുത്തു. കള്ളം പറഞ്ഞു. എൻ്റെ രീതി ആദ്യം പേര് ചോദിക്കും. പേര് പറഞ്ഞു കഴിയുമ്പോൾ നെറ്റിയിൽ വെടിവെക്കും. കൊന്നിട്ട് എല്ലാ സാധനവും എടുത്തുകൊണ്ട് പോകും. എൻ്റെ രീതി അതാണ്. രണ്ടുപേരും കിഴകലാന്ന് വിറച്ചു. കള്ളം തോക്കെടുത്ത് ഭാര്യയുടെ നെറ്റിയെ വെച്ചു. എന്നതാടി നിൻ്റെ പേര്? അവർ വിറച്ചോണ്ട് പറഞ്ഞു, കള്ള എന്നെ കൊല്ലരുത്, എൻ്റെ പേര് എലിസബത്ത്. കള്ളം തോക്ക് താഴെയിട്ടു. കള്ളം പറഞ്ഞു, എൻ്റെ അമ്മയുടെ പേരാണ് എലിസബത്ത്. അങ്ങനെ പേരുള്ളവരെ കൊല്ലാൻ പറ്റിയല്ല. കയറിപ്പോടിയെന്ന് പറഞ്ഞു. പോകാൻ പറ്റുമോ? കെട്ടിവന് കരിയില പോലെ വിറയ്ക്കുക. കള്ളം തോക്കെടുത്തു. കെട്ടിവൻ നെറ്റിയെ വെച്ചു. എന്നതാടു തൻ്റെ പേര്? കെട്ടിയവൻ പറഞ്ഞു, എൻ്റെ പേര് വർഗീസ്, പക്ഷേ നാട്ടുകാരെല്ലാം എന്നെ എലിസബത്ത് എന്നാണ് വിളിക്കുന്നത്. കള്ളം തോക്ക് വിട്ടിട്ട് പോയെന്ന. നോർമൽ ഭയം ആർക്കുമുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ അകാരണമായ ഭയം വിട്ടുപോകുന്നു.